ഇയാളിനി എത്ര ചൊറിഞ്ഞാലും ദാ ഒരു ചുക്കും വരുന്നില്ല. ഇനിയിപ്പോ അങ്ങോട്ടേ ഡെയിലി വാർത്തകൾ വരും. വന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഓരോരുത്തരെ കയ്യാവും വെച്ചേ അങ്ങ് കൊണ്ടുപോകും. അത് കാണാതെ ഞാനും എന്റെ മോള് ഉറങ്ങത്തില്ല. എന്താ ചപ്പാ? മോളെ ദാ ഒരാളിവിടെ ചൊറിയാൻ വന്നിരിക്കുന്നു. ആ പന്തളം ബേബിയെ വിളിച്ചോണ്ട്. എന്താ വേണ്ടത് ചോദിക്കും മോളെ, ചോദിക്കങ്ങോട്ട്. അനന്തോന് ഇനി എന്താ വേണ്ടത്? എന്നെ കൊണ്ട് നിനക്ക് ഇനി എന്താ ആവശ്യം? അതോ ഇനി ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോകാനുണ്ടോ? കുഞ്ഞോടെ ഡ്രസ്സ് വല്ലതും ആണെന്നുണ്ടെങ്കിൽ എടുത്തു വെച്ചിട്ട് തന്നുവിടാം. എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. ഇനി എന്ത് സംസാരിക്കാനാ? ഈ വസ്തുവും പ്രോപ്പർട്ടിയൊക്കെ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിയതിന്റെ അവകാശം പറയാനുണ്ടായിരിക്കുമല്ലോ. കോടതി ഒന്നൊന്നും നോക്കണ്ട, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കോളാം. മോളെ നീ എന്തോയി പറയുന്നേ? ഇറങ്ങി കൊടുക്കാനോ? അതുപോലെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കുമല്ലോ കൊച്ചാപ്പ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ ഇവിടുന്ന് പുറത്താക്കാനുള്ള പുതിയ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടോ? ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി, ഇനി ആ ആനി എലക്ഷനെ കൊണ്ടുപോകാനായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങ് ഇറങ്ങിക്കുന്ന നല്ലത്. അല്ലെങ്കിൽ ഈ പന്തളം ബേബി ഒന്ന് കൂട്ടി ഇങ്ങോട്ട് വരത്തില്ല. എനിക്കൊന്ന് സംസാരിക്കണം പേഴ്സണലായിട്ട്. സംസാരിക്കാനോ? പേഴ്സണലായിട്ട്? കൊച്ചാപ്പോ ഇത് കേട്ടോ, ഇതുപോലെ ഒരുത്തൻ ഇവിടെ വന്ന് സംസാരിച്ചായിരുന്നു കുറച്ചു ദിവസം മുമ്പ് പേഴ്സണലായിട്ട്. കൃഷി എന്നെ മാറ്റി നിർത്തി അവൻ അവിടെ വെച്ച് എന്നെ എന്നോട് പറഞ്ഞെന്നറിയോ? ഭീഷണി, എന്റെ കുഞ്ഞുങ്ങളെ കൊല്ലുമെന്ന്. അത് നിങ്ങൾ പറഞ്ഞു വിട്ടാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ അടവ് ഫലിക്കാതെ വന്നപ്പോ പുതിയ ഐഡിയ ആയിട്ട് വന്നിരിക്കുവല്ലേ സാറേ? അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇതാ സുഷമേച്ച് നിൽക്കുന്നുണ്ട്, കൊച്ചാപ്പ നിൽക്കുന്നുണ്ട്. ഇവരുടെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിച്ചാൽ മതി. നീ സംസാരിച്ചൊക്കെ പബ്ലിക്കിനോടല്ലേ? പക്ഷേ അനന്തകൃഷ്ണൻ ഇത്തിരിയോടെ അഭിമാനമുണ്ട്. അതുകൊണ്ട് വിളിച്ചു പറഞ്ഞ് സംസാരിക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അയ്യോടാ, ശരിയാ സാറേ. മാനോ അഭിമാനോ ഒന്നും ഇല്ലാത്ത ആളാണ് ഈ ആൻസി വർഗീസ് എന്ന് ഈ ലോകത്തുള്ളവർക്കെല്ലാം അറിയാം. അല്ലേ കൊച്ചാപ്പ? അപ്പോ ഈ നാണവും മാനോ ഇല്ലാത്തവളുടെ അടുത്ത് ഒച്ച വെച്ച് സംസാരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. എന്റെ തൊലിക്കെട്ടി കണ്ടില്ലേ? ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും പോകത്തില്ല. എന്നാ വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞു, എന്ത് വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞു. കൊച്ചാപ്പ, ചേച്ചി, ഇവരൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ? അലക്സേ, ആനിയേ, ദാ നിങ്ങളുടെ പുന്നാര ചേട്ടൻ വന്ന് നിൽക്കുന്നു. വന്ന് കേട്ടെ. പറയുന്നേ സാറേ. നീ എന്നെ ആദ്യം വന്ന് കണ്ടതും നിന്നെ ഞാൻ രക്ഷപ്പെടുത്തി കൊണ്ടുപോയതും പഴയ കഥയാണെങ്കിലും നിന്റെ മനസ്സിൽ നിന്ന് പോയി കാണില്ലല്ലോ. നിനക്ക് വേണ്ടിയിട്ട് എന്റെ ലൈഫ് മുഴുവൻ തൊലച്ചവനാ ഞാൻ. എന്റെ കുടുംബം മാത്രമല്ല, എന്റെ കരിയറും അതൊന്ന് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ഒരു വലിയ പ്രോജക്റ്റ് ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. അതിനെ നീ ദയവ് ചെയ്ത് തടസ്സം നിൽക്കരുത്. സിനിമ പ്രൊജക്ട് ഒക്കെ നിങ്ങളുടെ സ്വന്തം പ്രൊജക്ട് അല്ലേന്നേ? നിങ്ങളുടെ ചേട്ടനും ഭാര്യയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു 100-200 കോടിയുടെ പ്രോജക്റ്റ്. അതിൽ എനിക്കെന്താ കാര്യമുള്ളത്? ഇവരുടെ കുടുംബക്കാര്യം, നിങ്ങളുടെ ബിസിനസിന്റെ കാര്യം, അതിന് ഞാൻ എങ്ങനെ ഒരു തടസ്സമാവുന്നേ? ആ പ്രോജക്റ്റ് നടക്കണമെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിൽ കേസൊക്കെ ഒന്ന് ഒഴിവാക്കണം. കേസോ? ഏത് കേസ്? ഏത് കേസാന്ന് നിനക്കറിയാലോ? അല്ല, 3-4 കേസുണ്ടല്ലോ. ഏതോ ഒരു കോടനാട് കേസ്, അതിൽ തന്നെ ഏതോ ഭൂമി തട്ടിപ്പോ കൊലപാതകോ അങ്ങനെ എന്തൊക്കെയോ നടക്കുന്ന കേട്ടത്. പിന്നെ ഒരു സ്ത്രീ പീഡന കേസ്. ഇത്രയൊക്കെ കുടുംബ പാരമ്പര്യമുള്ള ആൾക്കാരാണ് ഈ മരണം വീട്ടുകാരെന്ന് എന്റെ പൊന്നു സാറേ എനിക്കറിയത്തില്ലായിരുന്നു. ഈ പറഞ്ഞ കേസുകളൊന്നും സത്യമല്ല, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതാ. എന്നോടുള്ള വൈരാഗ്യത്തിന് നീയും KGS കൂടി പൊക്കിയെടുത്തോണ്ട് വന്നിട്ടുള്ള കേസുകളാ. അത് നീയായിട്ടങ്ങ് വിട്ടേരെ. അത് പറയാനാ ഞാൻ വന്നത്. അപ്പൊ അതാണ് കാര്യം. കേസെല്ലാം ഞാൻ അങ്ങ് പിൻവലിക്കണം. അതെ. ഏതൊക്കെ കേസാ പിൻവലിക്കണ്ടേ? അത് ഈ കോടനാട് കേസ് അത് പണ്ടെങ്ങാണ്ട് അന്വേഷിച്ചതല്ലേ? ആദിത്യം ചേട്ടനും ചിത്ര ചേച്ചിക്കും അനുകൂലമായിട്ട് വിധി വന്നതാ. പിന്നെ ആ ഋഷിയുടെ കേസ് സത്യം പറഞ്ഞ ആ MLA ചതിച്ചതാ. ഓ, ആണല്ലേ? പിന്നെ ആ പെൺകുട്ടിയുടെ കാര്യം, അതും പെൺകുട്ടിന്ന് പറഞ്ഞ അതിന്റെ പേരറിയത്തില്ലേ? അല്ല, അവക്ക് വേണ്ടിട്ട് നിങ്ങൾ കുറെ കാലം ഓടിയതല്ലേ?
എന്നിട്ട് ആ കൊച്ച് ഒരു പൊടിക്കുഞ്ഞിനെയും കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ കയറി വന്നപ്പോ നിങ്ങൾ എന്നാ പറഞ്ഞ് ആക്ഷേപിച്ച് വിട്ടത്? ഓർമ്മയുണ്ടോ നിങ്ങക്ക്? ഞാൻ ആ കൊച്ചിനെ ആക്ഷേപിച്ച് ഇറക്കി വിട്ടിട്ടൊന്നുമില്ല. ഇറക്കി വിട്ടില്ലല്ലേ? പക്ഷെ അനന്ത, നിങ്ങൾ അന്ന് സംസാരിച്ചത് മുഴുവൻ ഒരു രേഖയായിട്ട് എന്റെ കയ്യിലുണ്ട്. ആ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കോപ്പിയായിട്ട് ഞാനിപ്പോ വരാം. അപ്പൊ അനന്തു, നിങ്ങളെ ഇങ്ങോട്ട് തള്ളിവിട്ടത് ആ ഗതികെട്ട് പോയ ചിത്രചേച്ചിയും ഭർത്താവും കൂടിയാ. അതിന് കൂട്ടുപിടിക്കാനായിട്ട് നിങ്ങളുടെ ഋഷി, അതിനെല്ലാം കുറുക്കു വഴി പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു കുപ്രസിദ്ധ വക്കീലു സേതുപതി നാരായണൻ. അയാളുടെ തലച്ചോറി വിളഞ്ഞായിരിക്കില്ല ഇതൊക്കെ. അതോ സ്വന്തം സിനിമാ കരിയർ തിരിച്ചു പിടിക്കാനായിട്ട് മാനം കെട്ടാലും വേണ്ടില്ല ഡിവോഴ്സ് ചെയ്തു പോയ ഭാര്യയുടെ കാല് വന്ന് വെക്കാന്ന് വിചാരിച്ചോ? കാല് വെക്കാനോ? നിന്റെ കാല് വെക്കാനോ? ഞാനോ? അതേ, ഈ അനന്തം വേറെ ജനിക്കണം. എന്റെ ഗതികേട് കൊണ്ടാ ഞാനിപ്പോ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. എന്നെ എന്റെ കുടുംബത്തെ നശിപ്പിച്ചിട്ട് നിനക്ക് മനസമാധാനത്തോടെ കഴിയാൻ പറ്റില്ല. പറ്റുമോ? അല്ലെങ്കിൽ അതിന് ഞങ്ങള് സമ്മതം തരുമോ? ഒരു കോംപ്രമൈസ് ടോക്കിനാ വന്നത്, അല്ലാതെ നിന്റെ കാല് പിടിക്കാനല്ല. നിന്റെ പഴയ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്നും അല്ല വന്നത്. എന്റെ മനസ്സിൽ ആൻസി വർഗീസ് വേറൊരു സ്ത്രീയാ, ഒരു അന്യ സ്ത്രീ. അതെ അതെ, ഭർത്താവിന്റെ കൂടെ അന്തി ഉറങ്ങുമ്പോഴും പരപുരുഷന്മാർക്ക് കിടക്ക ഷെയർ ചെയ്ത് കൊടുത്ത മഹതി, അതല്ലേ പറയാനുള്ള സാറിന്? എങ്കിൽ ആ മഹതി തന്നെ പറയാണ്, നിങ്ങളുടെ മനസ്സിൽ ഇരിപ്പ് നടക്കത്തില്ല അനന്ത. നിങ്ങൾ ജീവിതത്തിൽ തോറ്റു തുന്നം പാടി ആർക്കും വേണ്ടാത്ത ഒരു വഴിയരി കിടക്കുമല്ലോ, അപ്പൊ നമ്മൾ കാണും, അപ്പൊ നമ്മൾ സംസാരിക്കും. കൊച്ചാപ്പാ, പറഞ്ഞിടല്ലാത്തിനെ കേട്ടല്ലോ. ഇറങ്ങ വെളിയിലെ രണ്ടുപേരും വാ പൊളിച്ചത് കണ്ടവളോട് കാര്യം പറ. അവളുടെ കൊച്ചങ്ങൾ കണ്ട് നിന്റെ വീട്ടിലല്ലേ, അവറ്റങ്ങളെ ജീവനോട് വേണോ വേണ്ടെന്ന് അവളോട് തീരുമാനിക്കാൻ പറ. തന്റെ ഭീഷണിയൊന്നും ഇവിടെ നടക്കത്തില്ലേ? ഇവിടെ നടക്കത്തില്ല. എന്റെ കുഞ്ഞുങ്ങളെ താനൊന്ന് തൊട്ടു നോക്കണോ? നമ്പർ കൂടെ വന്നിരിക്കുന്നു, കൊണ്ടുപോക്കണോ ഇയാളെ? നീ കാരണം ഞാൻ അഴി എണ്ണേണ്ടി വന്നാ അതിനു മുമ്പ് എനിക്ക് ചെയ്യാനുള്ള മുഴുവൻ ഞാനങ്ങ് ചെയ്യും. ചെയ്തോ നിങ്ങള്. ഞാൻ പ്രസവിച്ച് നിങ്ങളെ കുഞ്ഞുങ്ങളെ അല്ലെന്നല്ല പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്നാ വേണ്ടി ചെയ്യാലോ? അതെടി, എനിക്കറിയാം നീ പ്രസവിച്ച രണ്ടെണ്ണം വേറെ വല്ലവന്റെയാണെന്ന്. അപ്പൊ അത് നിങ്ങളുടെ തന്തയാണെന്നറിയാൻ നിങ്ങൾ മെനക്കെടണ്ട. ഈ വീട്ടിൽ നാണം കെട്ട് നമ്മൾ നിൽക്കണം എന്തിനാ? ഇറങ്ങ നീ ഇങ്ങോട്ട് വാനതാ. അവളെ വിളിച്ചിറങ്ങിയ നശിച്ച വീട്ടിൽ നിന്നാ നിങ്ങൾ നശിച്ചു പോ. ഇറങ്ങ് കുഞ്ഞുങ്ങള്. എല്ലാം എടുത്തോടാ, എല്ലാം കൊണ്ടുപോ. ഒന്നുകൂടെ വെച്ചേക്കണ്ട. ആരോടാ പോകുന്ന നീ ആലോചിച്ചോ? കേറ്. എടോ, ആ പോകുന്ന വഴിക്കേ ആ വഴിയിറക്കാൻ അവിടെ നിർത്ത. നല്ല പൊറോട്ട ഇറച്ചിയും കിട്ടും, വാങ്ങിച്ച് അണ്ണിയച്ചു പോ. വന്നേക്കുക. വിട്ടോ വയ്ക്കോ. എല്ലാത്തിനും അഴിയണിക്കോടാ. നോക്കിക്കോ നീ, എല്ലാത്തിനും അഴിയണിക്കും. ആ കൊച്ചിന്റെ കാലം പിടിക്കാൻ വന്നിരിക്കുന്നു നാണം കെട്ടവന്മാര്. അല്ല പിന്നെ സാറേ അപ്പോയിൻമെന്റ് ടൈം എപ്പോഴാണ് സാറേ? എടോ, ഞാനൊരു അഡ്വക്കേറ്റാ. നേരത്തെ അപ്പോയിൻമെന്റ് ചോദിച്ചിട്ടില്ല. പാലക്കാട് ആലത്തൂരിൽ നിന്ന് ഒരു അഡ്വക്കേറ്റ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. സാർ ഇരിക്കണം സാർ. വരും സാർ, ഇരിക്കണം. സർ, ഒരു അഡ്വക്കേറ്റ് കാണാൻ വന്നിരിക്കുന്നു സർ. ഏത് അഡ്വക്കേറ്റ്? പാലക്കാട് ആലത്തൂരിൽ നിന്നെന്നാ പറഞ്ഞത്. സേതുപതി നാരായണൻ. സേതുപതി നാരായണനോ? പത്മനാഭ, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഫാസ്റ്റ് ആണല്ലോ കാര്യങ്ങൾ. പത്മനാഭൻ തന്നെ ചെന്ന് അയാളെ സ്വീകരിച്ച് മുകളിലേക്ക് കൊണ്ടുപോവാ. ഓക്കെ സർ.
സാർ മുകളിലേക്ക് വരാൻ പറഞ്ഞു. കുഴപ്പമില്ല, ഞാൻ അപ്പോയിൻമെന്റ് എടുക്കാതെ വന്നതല്ലേ. വെയിറ്റ് ചെയ്യാം, ഫ്രീ ആവുമ്പോൾ വിളിച്ചാൽ മതി. വല്ല റെക്കോർഡിങ്ങോ മറ്റോ നടക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. റെക്കോർഡിംഗ് ഒന്നുമില്ല സാർ, സാർ വരണം. അതെ, എൻ്റെ ഈ നീക്ക് ഒരു പ്രോബ്ലം, ഓർത്തോ പ്രോബ്ലമാ. പടി കയറാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാ. സർജറി കഴിഞ്ഞിട്ട് 2 മാസം ആയുള്ളൂ. ചെറിയ ഫിസിയോതെറാപ്പിയിൽ നിൽക്കുക. KG സാർ ഫ്രീ ആവുമ്പോൾ ഒന്ന് താഴേക്ക് വരാൻ പറഞ്ഞാൽ മതി. ഞാൻ വെയിറ്റ് ചെയ്തോളാം, നോ പ്രോബ്ലം. ശരി സാർ. ഹലോ, ആ ചിത്ര, ഞാൻ KGസിൻ്റെ അവിടെ ഇരിക്കുക. ഞാൻ വിളിക്കാം. ആ हेलो, हाँ नहीं मैं उधर नहीं है. हाँ 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 नहीं मैं कुछ दिन के बाद आऊँगा. नहीं नहीं वो 2 दिन के बाद आऊँगा. हाँ वो ऑफिस में दे दो, ऑफिस में. अच्छा हाँ वो ऑफिस में दे दो बस, कोई बात नहीं. कोई बात नहीं. സാറിന് കാല് വയ്യാത്തല്ലേ, ഇരുന്നോ. उधर एक ऑफिसर है ना, उसको दे दो. हाँ हाँ अच्छा हाँ ठीक है. हाँ ഓക്കെ ഓക്കെ. കർണാടക ഹൈക്കോടതിയിൽ ഒരു കേസാ, മർഡർ കേസ്, ക്രിമിനൽ കേസാ. അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുത്ത റിപ്പോർട്ട് പൂർണ്ണമല്ലെന്ന് മജിസ്ട്രേറ്റ്. പ്രതിയെ തേടിയുള്ള അന്വേഷണം കേരളത്തിലേക്ക്. നമ്മുടെ അതിർത്തിയല്ലേ കാസർഗോഡ്. അന്വേഷണം ഇപ്പൊ ഗുണ്ടൽപേട് വരെ എത്തിയിട്ടുണ്ട്. ആളെപ്പൊക്കി. സാറിന്റെ കേസാണോ? അല്ല, എന്റെ ഒരു ജൂനിയറാ. ഇളയ ഗൗഡാന്ന് ഞാൻ വിളിക്കും. നീലേശ്വരത്തുകാരനാ, മിടുക്കനാ. സാറിന്റെ ശിഷ്യനല്ലയോ, അപ്പൊ പിന്നെ മോശമാവത്തില്ലല്ലോ. കേരളത്തിലങ്ങ് വേരുറപ്പിച്ചു അല്ലേ. ഞങ്ങളെ പോലുള്ള വക്കീലന്മാർക്കും മീഡിയക്കാർക്കും നല്ല വളക്കൂറുള്ള മണ്ണാണല്ലോ സാറേ ഇപ്പൊ കേരളം. ക്രിമിനൽസിന്റെയും ക്രിമിനൽ കേസിന്റെയും ഒക്കെ എണ്ണം ഇപ്പൊ കൂടിക്കൂടി വരികയല്ലേ. സാറൊക്കെ റിട്ടയറായി ഇനി കോടതിയിലേക്ക് ഇല്ല എന്നൊക്കെ ഉള്ള പ്രഖ്യാപനം ഞാൻ വായിച്ചായിരുന്നു. അങ്ങേപ്പോലുള്ളവർ വീണ്ടും ഗൗണിട്ട് വരുമ്പോൾ നമ്മുടെ തൊഴിലിന്റെ മഹത്വം അങ്ങ് വളരുക. ഒപ്പം ക്രിമിനൽസിന്റെയും മഹത്വം വളരുകയാണ് കേരളത്തിൽ അല്ലേ. അതുകൊണ്ടാണല്ലോ മിസ്റ്റർ KGസിനെ പോലെയുള്ള ആളുകൾ തേടിപ്പിടിച്ച് ഈ കോടനാട് കേസിൽ പിടിമുറുക്കിയത്. ക്രിമിനൽസിന്റെ കൂടാരമാണ് കോടനാട് ഫ്ലാറ്റും മരതകം വീടുന്നൊക്കെ സാറ് തന്നെ ഉറപ്പിക്കുക അല്ലേ? അല്ല എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ KGS. എന്നെ പോലൊരു ക്രിമിനൽ ലോയറിന് ആരോടായിരിക്കും കൂടുതൽ സൗഹൃദം? ക്രിമിനൽസിനോട്. പക്ഷേ KGസിന്റെ ട്രാക്ക് റെക്കോർഡ് വേറെയാണല്ലോ. നിങ്ങളുടെ പ്ലാറ്റ്ഫോം വേറെയാ, കോടതിയല്ല. ഈ അധിക ഭാരം എന്തിനാ എൻ്റെ KGS ഇങ്ങനെ ചുമക്കുന്നത്? ചുമക്കുന്ന ഭാരം അതൊരു ഭാരമാണെന്ന് തോന്നുന്നത് എപ്പോഴാ സാർ? ആവശ്യത്തിലേറെ തലയിലെടുത്ത് വെക്കുമ്പോൾ അല്ലേ? സാറിനെ പോലുള്ളവരുടെ കാഴ്ചപ്പാടിൽ അതൊരു ഭാരമായിട്ട് തോന്നും. പക്ഷേ എനിക്കങ്ങനല്ല. പെണ്ണിന്റെ കണ്ണീര് തോളത്ത് വീണ അത് തുടച്ചു കളയില്ല ഒരാണും, നെഞ്ചോട് ചേർക്കും. അത് യഥാർത്ഥ പുരുഷ ലക്ഷണമാണ്. ഇപ്പോൾ ഞാനും ആൻസി വർഗീസുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ സാറ് വ്യാഖ്യാനിച്ചു. അതാണ് ഇപ്പം പറഞ്ഞ ഈ വാക്കുകൾ ഇന്ന് ഞാൻ മനസ്സിലാക്കിയത്. നന്ദിയുണ്ട് സാർ. ആൻസി വർഗീസ് KGസിന് വെറും ഒരു ക്ലയന്റ് മാത്രമല്ല എന്നെനിക്ക് മനസ്സിലായി. അല്ല, അതിനപ്പുറത്തേക്ക് മനസ്സിലാക്കേണ്ട കാര്യം സാറിനില്ലല്ലോ. അല്ല, അവരുടെ പൂർവ്വചരിത്രം അറിയേണ്ട കാര്യം എനിക്കില്ല. പക്ഷേ ഈ താടിയും മുടിയൊക്കെ അങ്ങ് നരച്ചെങ്കിലും മനസ്സിന് നല്ല പച്ചപ്പാ. ആൻസി വർഗീസിന്റെ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഭാര്യ മരിച്ചിട്ട് എത്ര വർഷമായി സാറേ? അത് 2012. അതിനുശേഷമാ കേസിന്റെ എണ്ണം കുറച്ചത്. എന്തിനാണെന്നൊരു തോന്നൽ. ഇങ്ങനെയുള്ള വീഡിയോ കണ്ടുകൊണ്ടിരിക്കാലോ. കൈ പിടിച്ച് കൂടെ നടക്കാൻ ആളില്ലെന്നായപ്പോ അങ്ങ് ഒതുങ്ങി. ആലത്തൂര് തന്നെ. KGസിന്റെ അവസ്ഥ ഇതായിരുന്നു എന്ന് എനിക്കറിയാം. ഇപ്പൊ തിരിച്ചു വന്ന് ഒരു പെണ്ണിന്റെ കൈയും പിടിച്ച് അവൾക്കൊപ്പം നടക്കാൻ തുടങ്ങിയപ്പോ
മുന്നിലൊരു ലക്ഷ്യം കാണാൻ തുടങ്ങി അല്ലേ KGS? ലക്ഷ്യം നല്ലതിനാകുമ്പോൾ വഴി ദുർഘടമാണെങ്കിലും അതൊരു പ്രശ്നമല്ലല്ലോ സാറേ. ചായ കുടിക്കേ? സർ ചായ. എനിക്കുണ്ട്. ഡൽഹിയിലെ കൊണാർക് പ്ലേസിലെ മരിയ ഫ്ലാറ്റിന് മുന്നിലൂടെ 5-6 മാസം മുമ്പ് ഞാനൊന്ന് നടക്കാനിറങ്ങി. എൻ്റെ ഒരു റഷ്യൻ കൂട്ടുകാരി മിസ്സസ് മാർഗരറ്റിനോടൊപ്പം ഒരു ഈവനിങ് വാക്ക്. ഡൽഹിയിലുള്ള ഒരു പത്രപ്രവർത്തകൻ രവീന്ദ്ര ചാറ്റർജി, താങ്കളുടെ ഒരു കൊളീഗ, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു KGSഉം അദ്ദേഹത്തിൻ്റെ ഭാര്യ ശിവപ്രിയയും താമസിക്കുന്ന സ്ഥലം. ഒരു നിമിഷം ഞാനവിടെ നിന്നു. പിന്നെ പടി കയറി 2ാം നിലയിലെ തൻ്റെ ഫ്ലാറ്റിൻ്റെ മുന്നിൽ വന്ന് നിന്നു. നമ്മൾ തമ്മിൽ കാണാനുള്ള യോഗം ഇപ്പോഴാ ഉണ്ടായതെങ്കിലും ഉള്ളിൽ എവിടെയോ കിടപ്പുണ്ടായിരുന്നു KGS എന്ന പുലി. സാർ എൻ്റെ ചരിത്രം എല്ലാം പഠിച്ചു അല്ലേ? ഒന്നും പഠിക്കാതെ തന്നെ പോലുള്ള ഒരാളെ തേടി വരുമോ? സാർ ഒരു മെസ്സേജ് അയച്ചിരുന്നെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നല്ലോ. അപ്പോയിൻമെന്റ് ചോദിക്കാതെ വന്നത് എന്തിനാണെന്നല്ലേ അതിൻ്റെ അർത്ഥം? അങ്ങനെ വേണമെങ്കിൽ കരുതാം. നമ്മുടെ പോലുള്ള വക്കീലന്മാർക്ക് ഒരു മെത്തേഡ് ഉണ്ടല്ലോ KGS. അനുവാദം ചോദിച്ച് എന്നാൽ കാത്തു നിൽക്കേണ്ടി വരും. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങ് ഇടിച്ചു കയറുക. KGS ഇതൊക്കെ അല്ലേ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ മറ്റുള്ളവരുടെ മനസ്സും മൗനമായിട്ടെങ്കിലും ഒന്ന് ചോദിക്കും. കോംപ്രമൈസ് ആണോ സാറേ? കോടതിക്ക് പുറത്ത് ഒരു സെറ്റിൽമെന്റ് നമ്മുടെ സ്ഥിരം ഭാഷയല്ലേ. ഇവിടെ നമുക്കത് വേണ്ട. നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്ന് മാറ്റി പിടിച്ചാലോ? ഓഫർ എങ്ങനെയാ സാർ? താൻ വെറും വക്കീലല്ലോ, മീഡിയ പേഴ്സണാലിറ്റി. ചുറ്റും CCTV ക്യാമറയ്ക്ക് നടുവിലാണ് നമ്മൾ ഇരിക്കുന്നതെന്നും എനിക്കറിയാം. ഇവിടെ മൊഴിയുന്നതൊക്കെ അക്ഷരം പ്രതി റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാം. നാളെ ഒരിക്കൽ കോടതിയെ തെളിവായി പ്രസന്റ് ചെയ്യാൻ നമ്മുടെ ഈ മീറ്റിംഗ് ഉപയോഗപ്പെടും. എനിക്കറിയാം. തീർച്ചയായിട്ടും. സാറ് വന്ന സ്ഥിതിക്ക് ഞാനും ഒന്ന് പ്രിപ്പയർ ആയിരിക്കണ്ടേ? അങ്ങ് ഗേറ്റ് മുതൽ നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലം വരെ സാറിൻ്റെ ശബ്ദവും ഭാവവും അപ്പടി ഒപ്പിയെടുത്തോണ്ടിരിക്കുക. ഈ ആൻസി വർഗീസിന് 2 കുട്ടികളാണ്. അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആയി പോയെങ്കിലും മക്കളുടെ മനസ്സിന് ആ സെപ്പറേഷൻസ് ഇല്ലല്ലോ. നാളെ ആ കുഞ്ഞുങ്ങളെ 2 പേരെയും സംരക്ഷിച്ച് ഒരു നിലയിലെത്തിക്കേണ്ടത് ആൻസി വർഗീസിന്റെ അനന്തന്റെയും ബാധ്യതയാണ്, അവരുടെ കടമയാണ്. ആ കുട്ടികളെ ഓർത്തൊരു കോംപ്രമൈസ്. എല്ലാ കേസും പിൻവലിക്കണം അല്ലേ? അങ്ങനെയാണോ സാർ ഉദ്ദേശിക്കുന്നത്? ചോദിക്കുന്നത് തരാൻ തയ്യാറായി നിൽക്കുമ്പോൾ അങ്ങ് വഴങ്ങിക്കൊടുക്കുന്നതാണ് നമ്മളെപ്പോലുള്ളവരുടെ ബുദ്ധി. ആൻസി വർഗീസിനെ KGS ചതിക്കുന്നില്ല. എക്സ്ക്യൂസ് മീ, ഞാൻ ഈ കോൾ ഒന്ന് അറ്റൻഡ് ചെയ്യോട്ടെ? ആയിക്കോട്ടെ. ഞാൻ എൻ്റെ ക്ലയൻറ്റുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. അൻസി. ഹലോ സർ. ആൻസിയെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴായി ഈ കോള്. ആരായിരുന്നു സർ? ഗ്രേറ്റ് അഡ്വക്കേറ്റ് മിസ്റ്റർ സേതുപതി നാരായണൻ. സാർ എന്തിനാ അയാളെ കാണാൻ പോയത്? ഞാൻ അങ്ങോട്ട് കാണാൻ പോയതല്ല, അയാൾ എന്നെ കാണാൻ വന്നു ഓഫീസിൽ. ഇപ്പം ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ആൻസിയുടെ കോള്. അയാൾക്ക് എന്താ സർ വേണ്ടത്? അയാൾ എന്തിനാ വന്നത്? അയാൾ നേരിട്ട് വരണമെങ്കിൽ കാര്യം ഉണ്ടാവാതിരിക്കില്ലല്ലോ. എന്തിനാ സർ അയാൾ വന്നത്? കോംപ്രമൈസ്. കോടതിക്ക് പുറത്ത് ഒരു സെറ്റിൽമെന്റ്. നമ്മൾ കോടതിയിലേക്ക് മൂവ് ചെയ്യുന്നു മനസ്സിലാക്കി സേതുപതി ഒരു മുഴം മുമ്പേ അറിഞ്ഞിരിക്കുക. കേസുകൾ പിൻവലിക്കണം, അതാണ് എല്ലാ വശം. കോംപ്രമൈസ് ടോക്ക് നടക്കുക. സാറേ, ഇപ്പൊ അതുപോലൊരു കോംപ്രമൈസ് ടോക്ക് ഇവിടെ നടത്തിയിട്ട് പോയതേ ഉള്ളൂ. അവിടെ ആര് വന്നു? മിസ്റ്റർ അനന്തകൃഷ്ണൻ ഒരു നീണ്ട കോംപ്രമൈസ് ടോക്ക് നടത്തിയിട്ട് പോയതേ ഉള്ളൂ. എന്നിട്ട് ആൻസി എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറഞ്ഞാണോ സാറിന് ഊഹിക്കാമല്ലോ.
ആ നിലപാടിൽ തന്നെ അങ്ങ് നിന്നാൽ മതി. അതിൻ്റെ താഴോട്ട് വരണ്ട. ഈ കേസ് നമ്മൾ സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലായി. അവർ തന്നെ നമ്മളെ കൊണ്ടത് ചെയ്യിച്ചതല്ലേ. എനിവേ, ആൻസിക്ക് ഇനി സന്തോഷിക്കാം. നമ്മൾ തീരുമാനിച്ചിടത്തേക്ക്, നമ്മൾ ആഗ്രഹിച്ചിടത്തേക്ക് കാര്യങ്ങൾ എത്തുക. ഞാൻ ഈ സേതുപതി ഒന്ന് കൈകാര്യം ചെയ്ത് വിടട്ടെ. ഞാൻ എന്നിട്ട് ഫ്രീ ആകുമ്പോഴത്തേക്ക് അങ്ങോട്ട് വിളിക്കാം. സാറേ, നമ്മൾ ഈ കോംപ്രമൈസിന് വഴങ്ങാതെ പോകുമ്പോഴത്തേക്കുവേ അവര് ഇനി എന്തായിരിക്കും ചെയ്യാൻ പോവാ? ആൻസി, അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. അതാണ് ഈ കീഴടങ്ങലിൻ്റെ സ്വഭാവം കാണിക്കുന്നത്. ശരി, ഞാൻ വിളിക്കാം. ആൻസിക്ക് സമാധാനമായില്ലേ? സന്തോഷമായിട്ടിരിക്കെ. കുറച്ച് സമാധാനമായി സർ. അനന്തു ഇന്ന് എൻ്റെ മുമ്പിൽ അങ്ങനെ വന്ന് നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞ എനിക്ക് പകുതി ജയിച്ച പോലെ തോന്നിയത്. ഓക്കെ ആൻസി. ശരി സർ. ആ, ഞാൻ വിളിക്കാം. ആ സാറേ, ചിത്രമേടെ ആയിരിക്കും. അതെ. സാർ ആൻസി വർഗീസിനോട് എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു കാണുമെന്ന് സേതുപതി നാരായണൻ സാറിന് അറിയാമായിരിക്കുമല്ലോ. എന്താ സാറേ ഓഫർ? ഞങ്ങളുടെ ഭാഗം ഓപ്പണാ. എന്തും ചോദിക്കാം, എന്തും. ആൻസി വർഗീസിന്റെ മാനം തിരിച്ചു തരാൻ പറ്റുമോ സാറിന്? ഇത്ര വില കുറഞ്ഞ് ചിന്തിക്കുന്നത് എന്തിനാണ് KGS? അവർക്ക് വേണ്ടത് അവരുടെ കുഞ്ഞുങ്ങളെയാ. പിന്നെ സർവതന്ത്ര സ്വതന്ത്രയായി അവർക്ക് ഇഷ്ടപ്പെട്ടവരോടൊപ്പം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. അവിടെ മാനത്തിന്റെ കണക്ക് എന്തിനാ സാറേ നോക്കുന്നേ? ആൻസി വർഗീസ് പിഴച്ചവളാണെന്ന് സാർ ഇപ്പോഴും വിശ്വസിക്കുന്നോ? മറച്ചു വിശ്വസിക്കാൻ എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ. ഇങ്ങോട്ട് പോരുമ്പോഴും ഞാൻ എൻ്റെ ലാപ്ടോപ്പിലിട്ട് അത് കണ്ടിട്ടാ ഇങ്ങോട്ട് വരുന്നത്. ചെറുപ്പക്കാർക്ക് ഇപ്പോഴും അവരോട് ആരാധനയാ. അതങ്ങനെ നിലനിൽക്കട്ടെ സാറേ. തെളിയിക്കും എന്നും പറഞ്ഞിങ്ങനെ വെല്ലുവിളിച്ച് വാശി പിടിച്ച് നടക്കുമ്പോൾ വാർത്ത എങ്ങനെ അപ്ഡേറ്റ് ആവും? അത് ഇതുപോലുള്ള പെണ്ണുങ്ങളുടെ ഒരു തന്ത്രമാ. സാറിന്റെ തന്ത്രമൊന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ലല്ലോ സാറേ. അവരുടെ പഴയ ഭർത്താവ് അനന്തകൃഷ്ണനെ ഒരു ഓഫറും കൊടുത്ത് അവരുടെ തോണിക്കരയിലോട്ട് വിട്ടല്ലോ. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് സാർ അറിഞ്ഞായിരുന്നോ? അവരുടെ കാല് പിടിച്ചാൽ കാര്യം നടക്കുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടത് സാറല്ലേ. സാർ ഈ മൂന്നാംകിട വക്കീലന്മാരുടെ നിലവാരത്തിലേക്ക് താന്നു പോലെ സാറേ.